1846 പുരാവസ്തു ഗവേഷകനായ സർ ഓസ്റ്റിൻ ഹെൻറി ലയാർഡ് ഇറാനിലെ നിമ്രൂദിൽ നിന്നാണ് ഈ കറുത്ത അലബസ്റ്റർ സ്മാരകം കണ്ടെത്തിയത്. ഇത് ഷൽമനേസർ മൂന്നാമൻ്റെ ഭരണത്തിൻ്റെ ആദ്യ 31 വർഷങ്ങളിലെ സൈനിക നേട്ടങ്ങൾ രേഖപ്പെടുത്തുകയും അവൻ കീഴടക്കിയ 5 പ്രദേശങ്ങളിൽ നിന്ന് നൽകപ്പെട്ട ബഹുമതികൾ ഉൾക്കൊള്ളിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ശിലാഫലകങ്ങളിൽ ഒന്നിൽ ഇങ്ങനെ പറയുന്നു: ഒമ്രിയുടെ മകനായ യേഹൂവിൻ്റെ സമ്മാനങ്ങൾ വെള്ളി, സ്വർണം, ഒരു സ്വർണ്ണപാത്രം, സ്വർണ്ണക്കുടങ്ങൾ, ഈയം, രാജാവിൻ്റെ കൈക്ക് വേണ്ടിയുള്ള തണ്ടുകൾ, കുന്തങ്ങൾ എന്നിവ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു. ആരാണ് യേഹൂ? 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 16 ഇങ്ങനെ പറയുന്നു: നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. യേഹൂ രാജാവ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു കമാൻഡറായി വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം അവനൊരു യുദ്ധ സഭായോഗത്തിലായിരിക്കുമ്പോൾ ഏലീശ പ്രവാചകൻ ഒരു ശിഷ്യനെ അയച്ചു. അവനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു. കർത്താവിൽ നിന്നുള്ള ഒരു സന്ദേശം അവന് നൽകി: എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെ രക്തത്തിനും ഇസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനായ ആഹാബിൻ്റെ ഗൃഹത്തെ നീ സംഹരിച്ചു കളയണം. തുടർന്നുണ്ടായ രക്തരൂഷിതമായ അട്ടിമറിയിൽ യേഹൂ ഇസ്രായേൽ രാജാവായ യോരാമിനെയും യഹൂദയിലെ രാജാവായ അഹസ്യാവിനെയും രാജ്ഞി അമ്മ ഇസബേലിനെ വധിച്ചു. അങ്ങനെ യേഹൂ ഇസ്രായേലിൽ ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചവരൊക്കെയും അവൻ്റെ സകല മഹത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിപ്പിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. തുടർന്ന് യേഹൂ ബാലിൻ്റെ പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി കൂട്ടത്തോടെ അവരെ വധിച്ചു. ബാലിൻ്റെ ക്ഷേത്രം മറപ്പുരയാക്കി മാറ്റി. യേഹൂ ഏകദേശം 28 വർഷം ഇസ്രായേലിൽ ഭരിച്ചു. എന്നാൽ പിന്നീട് യേഹൂ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. 2 രാജാക്കന്മാരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം: എങ്കിലും യേഹൂ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പ്രകാരം പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിന് ജാഗ്രത കാണിച്ചില്ല. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച യൊരോബെയാമിൻ്റെ പാപങ്ങളെ അവൻ വിട്ടുമാറിയതുമില്ല. എന്തുകൊണ്ടാണ് ഈ കണ്ടെത്തൽ പ്രാധാന്യം അർഹിക്കുന്നത്? യേഹൂവിൻ്റെ കാലഘട്ടവുമായി ഇത് യോജിച്ചു പോകുന്നു. ഒരു രാഷ്ട്രീയ രാജ്യമായി ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് സ്ഥിരീകരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ അസീര്യൻ ആധിപത്യം ഇത് സ്ഥിരീകരിക്കുന്നു.